ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി BS6 മോഡലാണ്. നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിനുമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തന്നെ ബാക്കിൽ ബ്രേക്ക് കിട്ടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. ഇത് കാണിക്കുന്നത് ഈ ബ്രേക്ക് ഷൂൻ്റെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഈ ബ്രേക്ക് ഷൂ നമുക്കത് മാറ്റേണ്ടി വരും. ഈ ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ ഫുള്ളായിട്ടൊന്ന് ഈ ഹബ്ബൊക്കെ ഒന്ന് പേപ്പറൊക്കെ ഇട്ട് പിടിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ആക്കാൻ. നമുക്ക് ഹോണ്ടയുടെ കമ്പനി ബ്രേക്ക് ഷൂൻ്റെ ഇടാം. അതുപോലെ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ചെയിൻ അത്യാവശ്യം ചെറിയ രീതിയിൽ ലൂസ് ഉണ്ടാകും. അപ്പോൾ അതൊന്നൊക്കെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രീസ് ഓയിൽ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളതിന് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമ്മൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13 മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അതിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും കേട്ടോ. അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് അതുകൂടി മാറ്റുന്നുണ്ട്. പിന്നെ പ്ലഗും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് കട്ടിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് ഈ ഹാൻഡിലിൻ്റെ ബാരിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ല. നമുക്കത് അയച്ച് മാറ്റണം. നമ്മൾ ഹാൻഡിലിൻ്റെ ബാരിങ് നമുക്കത് അയച്ച് മാറ്റണം. എന്നാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. പിന്നെ അതുപോലെ നമുക്കതിൻ്റെ ഡിസ്ക് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ഡിസ്ക് ബ്രേക്ക് ആയാലും പാഡായാലും നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ വേറെ പറയട്ടെങ്കിൽ പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. നിലവിൽ ഓടിച്ച് നോക്കുമ്പോൾ അത് സ്ലോ സ്പീഡ് ഹൈഡ്ലിങ് കുറച്ച് കുറവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാതെ വേറെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഹാൻഡിലിൻ്റെ ബാരിങ് മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് ഫ്രണ്ട് ഫുള്ളായിട്ട് അഴിച്ചിറക്കിയിട്ട് വേണം മാറ്റണം. അത് മാറ്റുമ്പോഴുള്ള ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം. അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷൂ, എഞ്ചിൻ ഓയിൽ, ഹാൻഡിലിൻ്റെ ബാരിങ് എല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. പിന്നെ വണ്ടി സിംഗിളിൽ ഓടിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് വേരിയേഷൻ പറഞ്ഞാലോ, ഇത് നമുക്ക് സീറ്റിൻ്റെ ഈ ലോക്കിൻ്റെ സീറ്റ് ലോക്കിൻ്റെ കംപ്ലൈൻ്റ് അല്ല. നമ്മൾ ആ ഫ്രണ്ടിൽ ആളിരിക്കുമ്പോൾ സീറ്റ് ബാക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങിയിരിക്കും. അത് കട്ടിൽ ചാടുമ്പോൾ അടിക്കുന്ന ഒരു സൗണ്ടാണ്. അതൊരു കംപ്ലൈൻ്റ് അല്ല. അത് തൽക്കാലം മാക്സിമം നമ്മളത് സൗണ്ട് ഇല്ലാത്ത രീതിയിലാക്കി തരാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ നിലവിൽ വേറെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി.